പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്ലസ് ടു തുല്യതയുടെ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അൽ ബറൂണിയുടെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? കിതാബുൽ ഹിന്ദ്. അൽ ബറൂണി എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് കിതാബുൽ ഹിന്ദ്. മറ്റൊരു ചോദ്യം, ഇബ്നു ബത്തൂത്ത അറബിയിൽ എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? റിഹ്ല. ഇബ്നു ബത്തൂത്ത എഴുതിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് റിഹ്ല. 14-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ഒട്ടേറെ വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന കൃതിയാണ് റിഹ്ല. സൂഫിസം. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് സൂഫികൾ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തിന് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരായിരുന്നു സൂഫികൾ. അവർ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ടാണ് കണ്ടത്. അവർ ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള മാർഗമായി കണ്ടു. സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. ഇവരുടെ വാസസ്ഥലം ഖാൻഗാഹുകൾ എന്ന് അറിയപ്പെട്ടു. പ്രധാനപ്പെട്ട ചില സൂഫി വര്യന്മാർ. ഖ്വാജ മുയിനുദ്ദീൻ ചിസ്തി അജ്മീറിലാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ബഹാവുദ്ദീൻ സക്കരിയ മുൾത്താൻ. 3 പേരാണ് പ്രധാനപ്പെട്ടവർ. ഖ്വാജ മുയിനുദ്ദീൻ ചിസ്തി അജ്മീർ, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, ബഹാവുദ്ദീൻ സക്കരിയ മുൾത്താൻ. കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയുടെ നേതൃത്വത്തിൽ 12-ാം നൂറ്റാണ്ടിൽ കർണാടക കേന്ദ്രീകരിച്ച് ഒരു ഭക്തി പ്രസ്ഥാനം ഉദയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് വീരശൈവന്മാർ. ലിംഗായത്തുകൾ എന്ന പേരുകളിൽ ഇവർ അറിയപ്പെട്ടു. ലിംഗരൂപത്തിലുള്ള ശിവനെയാണ് അവർ ആരാധിച്ചിരുന്നത്. ഇടത്തെ തോളിൽ ഒരു ചരടിൽ ഒരു ചെറു ശിവലിംഗം അവർ ധരിച്ചിരുന്നു. മരണശേഷം വീരശൈവ വിശ്വാസി ശിവനിൽ ലയിച്ചു ചേരുമെന്നും പുനർജനിക്കില്ല എന്നും വിശ്വസിച്ചിരുന്നവരായിരുന്നു ലിംഗായത്തുകാർ. അതുകൊണ്ട് തന്നെ അവർ മൃതശരീരം ദഹിപ്പിച്ചിരുന്നില്ല. പകരം ആചാര അനുഷ്ഠാനങ്ങളോടെ മറവു ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ലിംഗായത്തുകാർ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. അയിത്തത്തെ അതിശക്തമായി എതിർത്തു. പ്രായപൂർത്തി വിവാഹത്തെയും വിധവ വിവാഹത്തെയും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭക്തിപ്രസ്ഥാനം ആദ്യകാലത്ത് ആരംഭിച്ചത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലായിരുന്നു എന്ന് പറയാം. ആഴ്വാർമാരും നായനാന്മാരും തമിഴ്നാട്ടിലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആഴ്വാന്മാരും നായനാന്മാരും. ആഴ്വാർമാർ എന്നത് വിഷ്ണു ഭക്തരും നായനാർമാർ എന്നത് ശിവഭക്തരുമാണ്. ഇവർ ജാതി വ്യവസ്ഥയെ എതിർത്തു. ആണ്ടാൾ, കാരക്കൽ അമ്മ എന്നിവർ ഈ വിഭാഗങ്ങളിലെ സന്യാസിമാരായിരുന്നു. ആൾവാർമാരും നായനാർമാരും ജാതി വ്യവസ്ഥയെ നിരാകരിക്കുകയും ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 വിഭാഗങ്ങളും തമിഴിൽ ഭക്തകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. തമിഴ് വേദം എന്നറിയപ്പെടുന്ന കൃതിയാണ് ആൾവാർമാരുടെ 4000 ദിവ്യപ്രബന്ധം. ശൈവ സന്യാസിമാർ തയ്യാറാക്കിയ ഭക്തിഗാനങ്ങളാണ് തേവാരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആൾവാർമാരുടെ 4000 ദിവ്യപ്രബന്ധം, അതുപോലെ ശൈവ സന്യാസിമാർ തയ്യാറാക്കിയ തേവാരം. സ്ത്രീകളുടെ സാന്നിധ്യമാണ് ആദ്യകാല ഭക്തിപ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. വിഷ്ണു ഭക്തയായ ആണ്ടാൾ, ശിവഭക്തയായ കാരക്കലമ്മയാർ എന്നിവരാണ് ഇതിൽ പ്രമുഖരായിട്ടുള്ളത്. വിഷ്ണു, ശിവൻ എന്നീ ദേവർക്കായി ചോള ഭരണാധികാരികൾ ഭൂദാനം ചെയ്യുകയും ഒട്ടനവധി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിദംബരം, തഞ്ചാവൂർ, ഗംഗൈക്കൊണ്ട ചോളപുരം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം നിർമ്മിച്ചത് ചോളന്മാരായിരുന്നു. ഗുരു നാനാക്ക് ഉത്തരേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ഗുരു നാനാക്ക്.
ബാഹ്യമായ മതാചാരങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. നിർഗുണ ഭക്തിയുടെ വക്താവായിരുന്നു അദ്ദേഹം. നിർഗുണ ഭക്തിയുടെ വക്താവ്. ബാഹ്യമായ മതാചാരങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. യാഗങ്ങൾ, ആചാരപരമായ സ്നാനങ്ങൾ, വിഗ്രഹാരാധന, കഠിനനിഷ്ഠകൾ, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്നിവയെ അദ്ദേഹം നിരാകരിച്ചു. ദൈവം നാമത്തെ ഓർമ്മിക്കുന്നതിലൂടെയും ആവർത്തിച്ച് പറയുന്നതിലൂടെയും ദൈവവുമായി കൂടിച്ചേരാമെന്ന ലളിതമായ മാർഗമാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ദൈവനാമത്തെ ഓർമ്മിക്കുന്നതിലൂടെയും ആവർത്തിച്ച് പറയുന്നതിലൂടെയും ദൈവവുമായി കൂടിച്ചേരാമെന്ന ലളിതമാർഗം അദ്ദേഹം നിർദ്ദേശിച്ചു. പഞ്ചാബി ഭാഷയിൽ എഴുതിയ ഷബാദ് എന്ന കീർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്നത്. ഷബാദ് എന്ന കീർത്തനങ്ങളിലൂടെയാണ്. ഗുരുനാനാക്ക് തൻ്റെ അനുയായികളെ ഒരു സമുദായമായി സംഘടിപ്പിച്ചു. സംഘം ചേർന്നുള്ള ആരാധനയ്ക്ക് അദ്ദേഹം നിയമങ്ങൾ രൂപീകരിച്ചു. തൻ്റെ ശിഷ്യരിൽ ഒരാളായ അങ്കാദിനെ തൻ്റെ പിൻഗാമിയായ ഗുരുവായി അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യം 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. ഭരണത്തിൻ്റെ തലവൻ രാജാവായിരുന്നു. സാമ്രാജ്യത്തെ പ്രവിശ്യകൾ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ അവർ തിരിച്ചിരുന്നു. സംഗമ, സലുവ, തുളുവ, അരവിഡു എന്നിവ 4 രാജവംശങ്ങളാണ് വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സംഗമ, സലുവ, തുളുവ, അരവിഡു ഈ വിജയനഗര സാമ്രാജ്യ ചരിത്രം പറയുമ്പോൾ ഈ 4 രാജവംശങ്ങളെ ഓർക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട 4 രാജവംശങ്ങളായിരുന്നു ഇവ. വിജയനഗര സാമ്രാജ്യത്തിൽ ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാരം ഉണ്ടായിരുന്നു. ആഭ്യന്തരവും വൈദേശികവുമായ വ്യാപാരം ഉണ്ടായിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുതിരകളെ ഉപയോഗിച്ചിരുന്നു. കുതിരകളെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഗുണനിലവാരമുള്ള കുതിരകളെ അറേബ്യയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും അവർ വാങ്ങിയിരുന്നു. അറബി വ്യാപാരികളും കുതിരച്ചെട്ടികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക കച്ചവടക്കാരുമായിരുന്നു കുതിര വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിച്ച കല്ലുകൾ എന്നിവയുടെ വ്യാപാരം നടക്കുന്ന കമ്പോളങ്ങളുടെ പേരിലും വിജയനഗരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിജയനഗര ഭരണാധികാരികൾ രായർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മികച്ച ഭരണാധികാരി കൃഷ്ണദേവരായർ ആയിരുന്നു. തുളുവ വംശജൻ ആയിരുന്നു അദ്ദേഹം തുളുവ വംശജത്തിലെ അംഗമായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് സാമ്രാജ്യ അതിർത്തികൾ വിപുലീകരിക്കപ്പെട്ടു. മാത്രമല്ല സാമ്രാജ്യം കൂടുതൽ ഏകീകരിക്കപ്പെടുകയും ചെയ്തു. തൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം വിജയനഗരത്തിനടുത്ത് നാഗലപുരം എന്ന പേരുള്ള ഒരു കൊച്ചു പട്ടണം അദ്ദേഹം പണി കഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നാഗലപുരം എന്ന ഒരു കൊച്ചു പട്ടണം പണിതത്. അദ്ദേഹം മനോഹരങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങൾക്ക് ആകർഷകമായ ഗോപുരങ്ങൾ പണി കഴിപ്പിച്ചതും കൃഷ്ണദേവരായരായിരുന്നു. രാഷ്ട്രഭരണത്തെ സംബന്ധിച്ച് തെലുങ്ക് ഭാഷയിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അമുക്ത മലയദ. അമുക്ത മലയദ എന്നത് കൃഷ്ണദേവരായരുടെ കൃതിയാണ്. അത് തെലുങ്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. കൃതിയുടെ പേര് അമുക്ത മലയദ. ഈ പാഠഭാഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നായകന്മാരും അമര നായകന്മാരും. സൈനിക മുഖ്യന്മാർക്ക് സാമ്രാജ്യത്തിൽ വിപുലമായിട്ടുള്ള അധികാരങ്ങളുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ സൈനിക മുഖ്യന്മാർക്ക് സാമ്രാജ്യത്തിൽ വിപുലമായിട്ടുള്ള അധികാരങ്ങളുണ്ടായിരുന്നു. അമര നായകന്മാർ രായന്മാരിൽ നിന്ന് ഭരിക്കാനായി നിശ്ചിത ഭൂമി ലഭിക്കുന്ന സൈനിക മേധാവികളാണ് അമരനായകന്മാർ. അപ്പോൾ രായന്മാരിൽ നിന്ന് ഭരിക്കാൻ വേണ്ടി ഒരു നിശ്ചിത ഭൂമി ലഭിക്കുന്ന സൈനിക മേധാവികളാണ് അമരനായകന്മാർ. ഇവർ നികുതി പിരിച്ചെടുത്തിരുന്നു. പിടിച്ചെടുത്ത തുകയുടെ ഒരു ഭാഗം അവർ തങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിനും നിശ്ചിത എണ്ണം കുതിരകളുടെയും ആനകളുടെയും പരിപാലനത്തിനും വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഈ വിഭാഗങ്ങൾ വിജയനഗര രാജാക്കന്മാർക്ക് ശക്തമായ ഒരു സൈന്യത്തെ സമ്മാനിച്ചിരുന്നു.
ദക്ഷിണ ഉപദ്വീപിനെ മുഴുവനായി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇത് രാജാക്കന്മാരെ ഏറെ സഹായിച്ചു. കുറച്ചു വരുമാനം ക്ഷേത്രങ്ങൾ പരിരക്ഷിക്കുന്നതിനും ജലസേചന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു. അമരനായകന്മാരുടെ സംവിധാനം ഡൽഹി സുൽത്താൻമാരുടെ ഇക്ത സമ്പ്രദായത്തിന് തുല്യമായിട്ടുള്ളായിരുന്നു. ഡൽഹി സുൽത്താൻമാരുടെ ഇക്ത സമ്പ്രദായത്തിന് അമരനായകന്മാർ രാജാവിന് വർഷം തോറും കപ്പം നൽകുകയും രാജാവിനോടുള്ള തങ്ങളുടെ കൂറ് പ്രകടിപ്പിക്കുന്നതിനായി പാരിതോഷികങ്ങളുമായി രാജകൊട്ടാരം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. 17-ാം നൂറ്റാണ്ടോടെ നായകന്മാരിൽ പലരും സ്വതന്ത്ര രാജ്യങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. മഹാനവമി ദിബ്ബ വിജയനഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്ന് സ്ഥിതി ചെയ്യുന്നത് മഹാനവമി ദിബ്ബയായിരുന്നു. 40 അടി ഉയരവും 11,000 അടി വിസ്തീർണവുമുള്ള വിശാലമായ ഒരു മണ്ഡപമാണ് ഇത്. മഹാനവമി ദിബ്ബ 40 അടി ഉയരമുണ്ടായിരുന്നു. 11,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ ഒരു മണ്ഡപമായിരുന്നു മഹാനവമി ദിബ്ബ. ഇതിൻ്റെ തറഭാഗം കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ടതായിരുന്നു. മഹാനവമി ദിബ്ബ കേന്ദ്രീകരിച്ച് നിരവധി ആചാരങ്ങൾ നടന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടത്തപ്പെടുന്ന മഹാനവമി ആഘോഷമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഹൈന്ദവ ആഘോഷമായിരുന്നു അത്. വിജയനഗര ഭരണാധികാരികൾ തങ്ങളുടെ ശക്തിയും അന്തസ്സും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇതിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു. മറ്റൊരു മനോഹരമായ കെട്ടിടമായിരുന്നു ലോട്ടസ് മഹൽ. ഏറ്റവും വലിയ കെട്ടിടം രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം രാജാവിൻ്റെ കൊട്ടാരം ആയിരുന്നു. മുഗൾ സാമ്രാജ്യകാലത്തെ കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ. കാർഷിക സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ കൃഷിജോലികളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും സജീവമായി പങ്കെടുത്തിരുന്നു. വിത്ത് നടുക, കള പറിക്കുക, മെതിക്കുക തുടങ്ങിയ കാർഷിക ജോലികളാണ് അവർ ചെയ്തിരുന്നത്. വിത്ത് നടുക, കള പറിക്കുക, മെതിക്കുക തുടങ്ങിയ കാർഷിക ജോലികൾ സ്ത്രീകൾ ചെയ്തിരുന്നു. പാടത്ത് മാത്രമല്ല, തൊഴിൽദാതാവിൻ്റെ വീട്ടിലും ആവശ്യമെങ്കിൽ കമ്പോളങ്ങളിലും സ്ത്രീകൾ ജോലി ചെയ്തിരുന്നു. കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കാർഷിക ജോലികൾ കുടുംബാംഗങ്ങൾ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. കുടുംബം കൂടുതൽ കുട്ടികളെ ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രസവ നിരക്ക് വളരെ കൂടുതലായിരുന്നു. പോഷകാഹാരക്കുറവ്, തുടർച്ചയായ ഗർഭധാരണം തുടങ്ങിയവ സ്ത്രീകളുടെ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. മുഗൾ കാലഘട്ടത്തിലെ ഒരു പ്രമുഖ ശക്തിയായിരുന്നു ഭൂവുടമകളായ ജമീന്ദാർമാർ. മുഗൾ കാലഘട്ടത്തിലെ ഒരു പ്രമുഖ ശക്തിയായിരുന്നു ഭൂവുടമകളായിരുന്ന ജമീന്ദാർമാർ. ഭൂമി എന്നർത്ഥം വരുന്ന സാമിൻ, ഉടമ എന്നർത്ഥം വരുന്ന ദാർ എന്നീ 2 പേർഷ്യൻ വാക്കുകൾ കൂടിച്ചേർന്നതാണ് ജമീന്ദാർ. ഭൂമി എന്നർത്ഥം വരുന്ന സാമീൻ, ഉടമ എന്നർത്ഥം വരുന്ന ദാർ എന്നീ 2 പേർഷ്യൻ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ജമീന്ദാർമാർ ഉണ്ടായത്. ഉന്നത ജാതിക്കാരായിരുന്ന ജമീന്ദാർമാരും ജമീന്ദാർമാരുടെ ഭൂമി മിൽക്കിയാത്ത് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഉന്നത ജാതിക്കാരായിരുന്ന ജമീന്ദാർമാരുടെ ഭൂമി അറിയപ്പെട്ടിരുന്നത് മിൽക്കിയാത്ത് എന്നാണ്. അവർ നേരിട്ട് കാർഷിക ജോലികളിൽ ഏർപ്പെട്ടിരുന്നില്ല. കർഷക തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു പതിവ്. ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്ത് അതിൻ്റെ ഒരു ഭാഗം ഭരണാധികാരികൾക്ക് നൽകുക, കുതിര, കാലാൾ, പീരങ്കിപ്പട തുടങ്ങിയ സൈനിക യൂണിറ്റുകൾ നിലനിർത്തുക തുടങ്ങിയവയായിരുന്നു ജമീന്ദാർമാരുടെ കർത്തവ്യങ്ങൾ. അതവരുടെ സ്വാധീനവും ശക്തിയും അധികാരശക്തിയും വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീർന്നു. മൻസബ്ദാരി സമ്പ്രദായം മുഗൾ ഭരണത്തിൻ്റെ ഒരു മുഖ്യ സവിശേഷതയായിരുന്നു മൻസബ്ദാരി സമ്പ്രദായം. ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറാണ്. മൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് അക്ബറായിരുന്നു. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണിത്. സിവിൽ സൈനിക പദവികൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വ്യവസ്ഥ. മൻസബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥാനം അഥവാ പദവി എന്നാണ്. മൻസബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥാനം അഥവാ പദവി. പദവി ലഭിച്ച ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീഴിൽ നിശ്ചിത എണ്ണം കുതിരപ്പടയാളികളെ നിലനിർത്തണമായിരുന്നു. ശമ്പളത്തിന് പകരമായി നൽകിയ ഭൂമി
ജാഗിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ.